തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും RCCയിലും ചികിത്സയ്ക്കായി ദൂരെ സ്ഥലങ്ങളിൽ നിന്നെത്തുന്ന രോഗികൾക്ക് വേണ്ടിയാണ് അഭയകേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഒന്നിടവിട്ടുള്ള ആഴ്ചകളിൽ പരിശോധനയ്ക്കായി ആശുപത്രികളിൽ എത്തേണ്ട നിർധനരായ രോഗികൾക്ക് ദിവസങ്ങളോളം നഗരത്തിൽ മുറികളെടുത്ത് താമസിക്കേണ്ടി വരുന്നു. ഇങ്ങനെയുള്ളവർക്ക് സൗജന്യമായി താമസിച്ച് ചികിത്സ തേടാനുള്ള സൗകര്യമാണ് അഭയകേന്ദ്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. രോഗികൾക്കും ബന്ധുക്കൾക്കുമായി വിപുലമായ സൗകര്യവും ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഒരു വർഷത്തിനിടെ നിരവധി രോഗികൾക്കാണ് ഈ സ്ഥാപനം പ്രയോജനപ്പെട്ടത്. ഇവിടെ എത്തുന്നവർക്കായി 3 നേരവും സൗജന്യ ഭക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. രോഗികളെ പരിശോധനയ്ക്കായി കൊണ്ടുപോകാനുള്ള ആംബുലൻസും സൗജന്യമാണ്. സ്ഥാപനം 2ാം വർഷത്തിലേക്ക് കടന്ന സാഹചര്യത്തിൽ കൂടുതൽ സഹായ പദ്ധതികൾക്ക് തുടക്കം കുറിക്കാനാണ് അധികൃതരുടെ തീരുമാനം. അതിൻ്റെ അടുത്ത പടി എന്ന നിലയിൽ ഇവിടുത്തെ വർദ്ധിച്ച ആവശ്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് 2ാം ഘട്ടം എന്ന നിലയിൽ മുകളിൽ 2 നിലകൾ കൂടി പണിതുകൊണ്ട് ഡോർമെറ്ററി സംവിധാനത്തോടു കൂടി ഈ സംവിധാനങ്ങളാണ് ഒരുക്കാൻ ആഗ്രഹിക്കുന്നത്. തമിഴ്നാട് ഭാഗത്തു നിന്നും ധാരാളമായി ഈ രോഗികൾ ഇപ്പോൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കേരള ഗവൺമെൻറ്റിൻ്റെയോ കാരുണ്യ പോലുള്ള പദ്ധതികളിലെയോ അല്ലെങ്കിൽ തമിഴ്നാട് സർക്കാരിൻ്റെ പ്രത്യേകമായ ഒരു സഹായം അവർക്ക് ലഭിക്കുന്നില്ല. അവർക്ക് അത്യാവശ്യം സാമ്പത്തിക സഹായങ്ങൾ, അവർക്ക് മരുന്ന് വാങ്ങാനുള്ള സഹായങ്ങൾ തുടങ്ങിയ പല പദ്ധതികളും നമ്മൾ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് 150ഓളം രോഗികൾക്കായുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഇപ്പോഴുള്ളത്. നിർധനരായ രോഗികൾക്കുള്ള ധനസഹായവും ഇവിടെ നിന്നും വിതരണം ചെയ്യുന്നുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.